ഐഡിയസ് നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ക്യാമ്പസിൽ, അതായത് വെള്ളനിക്കര തൃശ്ശൂർ മെയിൻ ക്യാമ്പസിൽ BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന 4 വർഷത്തെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ടോട്ടൽ 40 സീറ്റാണ് ഇതിൽ വന്നേക്കുന്നത്. മേ ബി ചിലപ്പോൾ ഈ കീമിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ മുമ്പ് ഇത് അലോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കീം വഴി ആയിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പോഴാണല്ലോ ഇത് ഓക്കെ സാങ്ഷനായിട്ടും എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നത്. സോ കോളേജിൻ്റെ തന്നെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ admission.kau.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 40 സീറ്റ് ഉണ്ട്. ഇതിൽ 32 സീറ്റ് നിങ്ങൾ നീറ്റിൻ്റെ ഈ 2024 റാങ്കിൻ്റെ ബേസിലാണ് അലോട്ട്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി 8 സീറ്റ് CUET ICAR വഴി ഓൾ ഇന്ത്യ എൻട്രൻസ് എന്നുള്ള ആ രീതിയിൽ ഓൾ ഇന്ത്യ സീറ്റാണ്. സോ 8 സീറ്റ് അങ്ങനെയാണത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഇവർ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് വരുന്നത് ജനറൽ ആണെങ്കിലും OBC ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇവർ 1000 രൂപയാണ്. SC ST ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് മതിയാവും. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ 3/12/2024 വരെയാണ് നിലവിൽ പറഞ്ഞേക്കുന്നത്, ഓർക്കുക. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഡേറ്റ് നീട്ടാം സാധ്യത ഉണ്ടാവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ കീമിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് വെബ്സൈറ്റ് നോക്കുന്ന പോലെ ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും വെബ്സൈറ്റ് കറക്റ്റായിട്ട് നോക്കുക. കാരണം ഇവർ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ നീറ്റിൻ്റെ അല്ലെങ്കിൽ ICARൻ്റെ ആണോ എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് കൗൺസിലും കാര്യങ്ങളും ഡേറ്റും ഒക്കെ വെബ്സൈറ്റിലായിരിക്കും അനൗൺസ് ചെയ്യുക. പേഴ്സണൽ ഇൻറ്റിമേഷൻ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഡേറ്റുകളും ഈ വെബ്സൈറ്റിൽ തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് SB കളക്ട് വഴി അടക്കാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ വരാം, admission.kau.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരാം. നിങ്ങൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതായത് നീറ്റാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇന്ന കോഴ്സുകൾ പഠിക്കണം, ഇത്ര % മാർക്ക് വേണം എന്നൊക്കെ ഉണ്ടാവും. അത് പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. കറക്റ്റായിട്ട് മൊബൈൽ നമ്പറും മെയിൽ IDയും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഒന്നും മിസ്റ്റേക്ക് ഒന്നും വരരുത്. SLC സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ പേര്, പാരൻസിൻ്റെ പേരൊക്കെ അവിടെ ചോദിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫീസ് അടക്കുക. ഫീസ് അടച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ആദ്യം തന്നെ നിങ്ങൾ ഫീസ് അടച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ റെസിപ്റ്റ് നമ്മൾ ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ PDF ആക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ PDF ആക്കുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ PDF ആക്കിയതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒന്നുകൂടി പറയുവാണ്, നല്ല ക്ലാരിറ്റിയിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അത് PDF ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ SLCയുടെ സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങളുടെ ഡേറ്റാ ഷീറ്റ്, കീമിലുള്ള ഡേറ്റാ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ കീമിനെ ഒന്നും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ എടുത്താൽ നീറ്റിൻ്റെ സ്കോർ കാർഡില്ലേ, അതായാലും മതിയാവും കേട്ടോ. ഇനി പിന്നെ കമ്മ്യൂണിറ്റി എന്തെങ്കിലും റിസർവേഷൻ, അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസും ഉണ്ടാവും. OBC, SC ST അല്ലെങ്കിൽ EWS എന്നുള്ള റിസർവേഷൻസൊക്കെ ഉണ്ടാവാനുള്ള ഇതുണ്ട്. സോ ആ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാണ് സർട്ടിഫിക്കറ്റ്. നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് മതി. തഹസീൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇപ്പോൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ EWS സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു മിക്കതും തഹസീൽദാറിൽ നിന്ന് കഴിയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ കീമിൽ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ മതിയാവുന്നതാണ്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അല്ല, കീമിൽ നിങ്ങൾ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് മതിയാവുന്നതാണ്. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ
എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പെയ്ഡ് ആൻഡ് സബ്മിറ്റഡ് ദ ആപ്ലിക്കേഷൻ. ഒരു കാര്യം ഓർക്കുക, എപ്പോഴും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് പ്രോസസ്സ് ആവുന്നത് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴാണ്. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും അയക്കാനൊന്നും ആയിട്ട് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു പ്രൂഫ് എന്നുള്ള നിലക്ക് കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് ചിലപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അഡ്മിഷൻ്റെ സമയത്ത് വേണ്ടതെന്നും കൂടി ഒരു പറയുന്നുണ്ട്. നമ്മുടെ ആധാർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യണം. അതിന് SSLC സർട്ടിഫിക്കറ്റ് മതിയാവും, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇനി നിങ്ങളുടെ SSLCയുടെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏത് റിസർവേഷനാണോ, EWS ആണോ, OBC ആണോ, അല്ലെങ്കിൽ SC ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിസേബിലിറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലേ, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് അത് നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ കിടക്കുന്ന ഫോർമാറ്റിൽ നിന്ന് മതി. അതിൽ ഈ എൻജിനീയറിങ്ങിൻ്റെ അല്ല, ഈ നമ്മുടെ ഫോറസ്ട്രി ഫിഷറീസിൻ്റെയൊക്കെ ഒരെണ്ണം കിടപ്പുണ്ടാവും, ഫോറസ്ട്രി വെറ്റിനറിയുടെയൊക്കെ ഒരെണ്ണം കിടപ്പുണ്ടാവും, അത് മതിയാവും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ എൻജിനീയറിംഗ് എടുത്തതാണെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു നോക്കുക, അവർ വേണമെങ്കിൽ വേറെ മാറി തരാൻ പറയും കേട്ടോ. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് SLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവർക്ക്, നേറ്റിവിറ്റി കേരളത്തിലല്ലാത്തവർക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കീമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ഹാജരാക്കുക കേട്ടോ. ഇനി ഇവിടെ 32 സീറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 8 സീറ്റ് ഐക്കാർ വഴിയും 32 സീറ്റ് നീറ്റ് വഴിയുമാണ്. ടോട്ടൽ 40 സീറ്റാണുള്ളത്. പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻ സ്റ്റേറ്റ് മെറിറ്റിലാണ് 16 സീറ്റുകൾ പോകുന്നത്. EWSന് 3 സീറ്റ് ഉണ്ട്. പിന്നെ OBCക്ക് SCBCക്ക് വരുന്ന സീറ്റുകളാണ്. ബാക്കി സീറ്റുകളിൽ 6, 7, 8, 9, 10 സീറ്റുകൾ വരുന്നുണ്ട്. SC STയിൽ 3 സീറ്റുകൾ, SCയിൽ 2 സീറ്റും STയിൽ 2 സീറ്റും, അങ്ങനെ ടോട്ടൽ 32 സീറ്റാണ് നീറ്റിൻ്റെ ബേസിൽ കിട്ടുന്നത് കേട്ടോ. ഇനി എൻ്റെ ഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു സെമസ്റ്റർ ഫീസ് പ്രോസ്പെക്ടസിലായിരിക്കും. നമുക്കിവിടെ സെമസ്റ്റർ ഫീസ് ഏകദേശം 1 ലക്ഷം രൂപ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എക്സ്ട്രാ ചില ഫീസുകളും കൂടി വരുന്നുണ്ട്. നിങ്ങൾ പ്രോസ്പെക്ടസ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് നോക്കിയേക്കാം കേട്ടോ ഫീസിൻ്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് എസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കണ്ടോ നമ്പർ കിടക്കുന്നുണ്ട്. സോ അതിൽ നോക്കിയാലും മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ഇവിടെ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടുത്തെ മോളിൽ കാണുന്നതാണ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ഇവിടെ നെയിം ഓഫ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ. മേ ബി നിങ്ങൾക്ക് പേഴ്സണലി ഒരു മെസ്സേജും മെയിലൊന്നും അയക്കില്ലായിരിക്കും, പക്ഷേ എന്നാലും എന്തെങ്കിലും കേസിൽ അവരെന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെയിൽ ID നിങ്ങളുടെ പാരൻസിൻ്റെ ആരെങ്കിലും ഒരാളുടെയോ കൊടുക്കുക. പിന്നെ ഇവിടെ ഫോട്ടോ, കറക്റ്റായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫയൽ സൈസിലും ആ രീതിയിലും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് റീടൈപ്പ് ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ അത് ഏതാണോ നിങ്ങളുടെ അതൊന്ന് ആൻസർ ചെയ്യുക. പിന്നെ കോഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞേക്കാം ഫസ്റ്റ് രജിസ്ട്രേഷൻ സ്റ്റെപ്പ്. പിന്നെ പാസ്പോർട്ട് ഫോട്ടോയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റീസെൻറ്റ് ഫോട്ടോസ് ആയിരിക്കണം, ഇത്ര KB പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏത് ഫോമാറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് വേണമെങ്കിൽ അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ. ഇനി പ്രോസ്പെക്ടസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടസും നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. ഇതാണ് പ്രോസ്പെക്ടസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഇൻഫർമേഷൻസും ആണെങ്കിലും ഇതിലുണ്ടാവും. ഈ കോഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും എന്താണ് ഇതിൻ്റെ ആ ഒരു പഠന രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡ്മിഷൻ ഫീസ് 4000 ആണ്. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഒരു 2 ലക്ഷം രൂപയാണ്. അത് റീഫണ്ടബിൾ എമൗണ്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് കോഴ്സ് കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടും. അപ്പോൾ അഡ്മിഷൻ ഫീസ് 4000 രൂപയും 2 ലക്ഷം രൂപ നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റും ട്യൂഷൻ ഫീസായിട്ട് ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. 97,760 എന്നുള്ളതാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സെമസ്റ്റർ ഫീസാണ് കേട്ടോ.
അതായത് 8 സെമ്മാണല്ലോ. അപ്പോൾ ഓരോ സെമ്മിലും നിങ്ങൾ ഈ ഒരു എമൗണ്ട് 1 ലക്ഷം രൂപ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് വരും. അപ്പോൾ ടോട്ടൽ ഈ കോഴ്സ് കഴിയുമ്പോൾ 8 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫീസിനത്തിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ എക്സാം ഫീസ് 640 സ്പെഷ്യൽ ഫീസ് 1600, ടോട്ടൽ 1 ലക്ഷം പെർ സെമസ്റ്റർ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലാണ്. ഹോസ്റ്റൽ അക്കോമഡേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓൺലി ലിമിറ്റഡ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻസൈഡ് ദ ക്യാമ്പസ് ഫോർ അക്കോമഡേഷൻ. ഹെൻസ് കാൻഡിഡേറ്റ് മേ അറേഞ്ച് അക്കോമഡേഷൻ ബൈ ദംസെൽഫ് ഇൻ ദ, അതായത് ലിമിറ്റഡ് അക്കോമഡേഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കുക. നീറ്റ് റാങ്കിൻ്റെ ബേസിലാണ് ആ 32 സീറ്റിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഇനി ബാക്കി ഡേറ്റുകളൊക്കെ പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് നമ്പേഴ്സും തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാൻ, ഈ ഫീസൊക്കെ ഒറ്റ ഇതിൽ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമുള്ള ഇതുണ്ടോ, പിന്നെ കൺസെഷനുണ്ടോ, ഫീ കൺസെഷനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഈ ഗ്രാൻസ് പോലുള്ള സ്കോളർഷിപ്പുകളോ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുകളോ ഡേറ്റ് കഴിയാത്തതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കോളേജ് തന്നെ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, admission.KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി .in എന്നുള്ള വെബ്സൈറ്റാണ്. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.